എല്ലാവരും പറയുന്ന കേസാണ്. സെക്കൻഡ് സർവീസ് ചെയ്യുമ്പോൾ തന്നെ മൈലേജ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ ഡേ ആൻഡ് അനദർ വീഡിയോ. അപ്പോൾ നമ്മുടെ ഫേസ് റിവീൽ ചെയ്ത സമയം ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഫാമിലി അപ്പോൾ 1K ആയിരിക്കുകയാണ്. 1K സബ്സ്ക്രൈബേഴ്സ്. സത്യം പറഞ്ഞാൽ എനിക്ക് സന്തോഷം കൊണ്ട് ഞാൻ മതിമറന്നിരിക്കുകയാണ്. കാരണം എൻ്റെ ഫ്രണ്ട്സ് ആയാലും എൻ്റെ റിലേറ്റീവ്സ് ആണെങ്കിലും അവർ ഒത്തിരി എഫോർട്ട് എടുത്തിട്ടാണ് എനിക്ക് തോന്നുന്നു 1K ഫാമിലി നമ്മളിപ്പോൾ ആയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഹെസേനെ വെച്ചിട്ട്, ഹിമാലയൻ വെച്ചിട്ട് ഞാൻ ആദ്യത്തെ മുഖം ഫേസ് റിവീൽ ചെയ്തതാണ്. ഫസ്റ്റത്തെ വീഡിയോ ആണിത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, നമ്മുടെ വണ്ടി സെക്കൻഡ് സർവീസ് കഴിഞ്ഞു. അപ്പോൾ സെക്കൻഡ് സർവീസ് കഴിഞ്ഞിട്ട് എല്ലാവരും പറയുന്ന കേസാണ്, സെക്കൻഡ് സർവീസ് ചെയ്യുമ്പോൾ തന്നെ മൈലേജ്. മൈ ഗോഡ്, വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ പുറകിൽ വണ്ടി ഇടിച്ചു. ഇവിടെ സത്യം പറഞ്ഞ ഒരു വളവാണ് കേട്ടോ. ആ വളവിൽ ഒരു വണ്ടി വന്നിടിച്ചിട്ട് നോക്കട്ടെ എന്താ സംഭവിക്കുന്നത്. ഫാമിലി ഉണ്ട്. മൈ ഗോഡ്, ഫസ്റ്റ് മുഖ റിവ്യൂവിൽ തന്നെ താഴത്തെ ഒരു ആക്സിഡൻറ്റ്. വേറെ കുഴപ്പമില്ല, ജസ്റ്റ് ഒന്ന് ഉരസിയതാണ്. ഒരു വളവാണ്, അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഉരസി പോയതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ വണ്ടിയുടെ മൈലേജ് ടെസ്റ്റ്, സെക്കൻഡ് സർവീസ് കഴിഞ്ഞിട്ടുള്ള മൈലേജ് ടെസ്റ്റ് നോക്കാം. അപ്പോൾ ഞാൻ പോയിട്ട് ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചിട്ടായിരിക്കും എൻ്റെ മൈലേജ് ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലായിട്ട് മൂവ് ഓൺ ചെയ്യാം. ഓക്കെ, നമ്മൾ വണ്ടി സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സമയം കളയാതെ നമ്മുടെ ഫർദർ മൂവ് ഓൺ ചെയ്യാം വണ്ടിയിലോട്ട്. എല്ലാവരും പറയുന്നത് സെക്കൻഡ് സർവീസ് കഴിയുമ്പോഴത്തേനും മൈലേജിന് വളരെ ഡിഫറൻസ് വരുമെന്നാണ് പറയുന്നത്. എന്തായാലും അത് ചെക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ എന്തായാലും ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചിട്ട് തന്നെ ചെക്ക് ചെയ്യണം. ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചിട്ട് ഞാൻ ഭാരത് പെട്രോളിയത്തിൻ്റെ ഇതാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് ഭാരത് പെട്രോളിയം വലിയ കുഴപ്പമില്ലാന്ന് തോന്നിയോണ്ടാണ് ഞാൻ ഭാരത് പെട്രോളിയം യൂസ് ചെയ്യുന്നത്. നോർമൽ പെട്രോളാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഫുൾ ടാങ്ക് പെട്രോൾ അടിക്കുന്നു. സിദ്ധാർത്ഥ് എന്നാണ് പേര്. നിങ്ങൾക്ക് അറിയാമായിരിക്കും സിദ്ധാർത്ഥിനെ, നമ്മുടെ സിയുടെ ഓണറാണ് സിദ്ധാർത്ഥ്. അപ്പോൾ എനിക്ക് അവിടെ വരെ ഇത് പോകണം. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് സർപ്രൈസ് ആയിട്ട് വേറെ ഒരാളെങ്ങനെ കാണണം. അത് ഞാൻ റിവീൽ ചെയ്യുന്നില്ല. അത് റിവീൽ ചെയ്യാൻ സമയമാകുമ്പോൾ ഞാൻ റിവീൽ ചെയ്യാം. പിന്നെ ഗൈസ്, ഞാൻ സ്വപ്നത്തിൽ പോലും നനച്ചതല്ല നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു 1K ഫോളോവേഴ്സ് ആവുന്നത്. അത് 1K ആയിരിക്കുകയാണ്. കാരണം അതിൻ്റെ ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതില്ല കേട്ടോ. കാരണം ഇത്രയും ആൾക്കാർ നമ്മുടെ സപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ വലിയ കാര്യമാണ്. കാരണം എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ അവർ ഒത്തിരി എഫോർട്ട് എന്ന് പറഞ്ഞാൽ ഒത്തിരി എഫോർട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. വലിയത്ത് മോട്ടോഴ്സിനോടും വലിയൊരു നന്ദി പറയണം മൂവാറ്റുപുഴ. കാരണം നമ്മുടെ ഹിമാലയൻ പർച്ചേസ് ചെയ്ത വലിയത്ത് മോട്ടോഴ്സിൽ നിന്നാണ്. അവരുടെ സർവീസും കാര്യങ്ങളാണെങ്കിലും വളരെ മനോഹരമായിട്ടുള്ള സർവീസും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതിന് കാരണം പറയാനായിട്ട്, കാരണം എനിക്ക് തോന്നുന്നു 10,000 കിലോമീറ്ററായി. എൻ്റെ കമൻറ്റ് ബോക്സ് കണ്ടാൽ നിങ്ങൾക്ക് അറിയാം, 10,000 കിലോമീറ്റർ കഴിഞ്ഞാൽ വണ്ടി നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല, ഭയങ്കര കംപ്ലൈൻ്റ് ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. ഭയങ്കര കംപ്ലൈൻ്റ് എന്ന് വെച്ചാൽ ഭയങ്കര കംപ്ലൈൻ്റ് ആണെന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ എനിക്ക് പേഴ്സണലി എനിക്ക് അത്രയും വലിയ കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നും വന്നിട്ടൊന്നുമില്ല. ഞാൻ 100% സാറ്റിസ്ഫൈഡ് ആണ് ഇതിൻ്റെ അകത്ത്. എന്നായാലും ഇതൊരു ഭാരത് പെട്രോളിയം ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഭാരത് പെട്രോളിയത്തിൽ കയറി നമ്മൾ പെട്രോൾ അടിച്ചേക്കാം. പെട്രോൾ ചേട്ടാ, എനിക്ക് ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ച് തരുമോ? ഫുൾ ടാങ്ക് ഉണ്ട്. കുറച്ച് മതി, എന്നാലും എടുത്തു. കാർഡ് പേയ്മെന്റ് ഇല്ലേ? ഓക്കെ. പെട്ടെന്ന് അറിയും കേട്ടോ, ഓൾറെഡി ഉണ്ട്. പൊട്ടെ ഞാനേ മൈലേജ് ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ളേ. അപ്പം എന്നെ ഒരു ഫുൾ ടാങ്ക് അടിക്കണം. മതി. അയ്യോ, നിറഞ്ഞു. വൈകുന്നേരം എപ്പോൾ വരെ ഉണ്ട്? 9 വരെ ഉണ്ടല്ലേ? ഓക്കെ. ചോറൊക്കെ ഉണ്ടോ? പോണല്ലോ, സമയമില്ല, 2 മണിയായല്ലോ. ഓക്കെ, അപ്പോൾ വൈകുന്നേരം കാണാം.
അപ്പോൾ നമ്മൾ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ജസ്റ്റ് മീറ്റർ ഒന്ന് റീസെറ്റ് ചെയ്യാം കേട്ടോ. ട്രിപ്പ് ബി ഞാനൊന്ന് റീസെറ്റ് ചെയ്യാം. ഓക്കെ, ട്രിപ്പ് ബി ഞാൻ റീസെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കറങ്ങിയിട്ടൊക്കെ വരാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നോടെ പെട്രോൾ ഒന്ന് ഫില്ല് ചെയ്തിട്ട് എത്ര കിട്ടുമെന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതായിരിക്കും ഉചിതമെന്ന് എനിക്ക് തോന്നുന്നു. അയ്യോ, ഞാൻ ആ വഴിയാണെന്നല്ലോ പോകേണ്ടത് ഗൈസ്. ഞാൻ കണ്ടന്റ് എടുത്ത് ഞാനിപ്പോൾ മറ്റേ വഴി ഞാൻ കയറി പോയനെ കേട്ടോ. ഞാൻ കോട്ടയം പോകേണ്ട ഞാനിപ്പോൾ വേറെ വഴി വല്ല പോയത്. അബ്സല്യൂട്ട്ലി ഫാന്റാസ്റ്റിക്. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞിട്ടല്ലോ, നട്ടൊറ്റയ്ക്ക് ആരും വണ്ടി എടുത്ത് റോഡിട്ട് ഇറങ്ങാണ്ടിരിക്കും കേട്ടോ ഭേദം. എൻ്റെ കാലൊക്കെ തന്നെ ഇപ്പൊ തന്നെ വഴുത്തിട്ടുണ്ടല്ലോ. അമ്മേ, കാലില് എനിക്ക് സൂര്യാഘാതം ഏക്കുന്നതാണോ, അയ്യോ ഇത് ആക്സിഡന്റ് ആയതാണല്ലോ ബുള്ളറ്റ്. സൂര്യാഘാതം ഏക്കുന്നതാണോ അതോ റോഡിന്റെ ചൂട് കൊണ്ടാണോ? ഇത് എന്നാ ഒരു ചൂടാടാവേ. അമ്മേ, ഇപ്പോഴത്തെ ചൂട് നമുക്ക് സഹിക്കാൻ പറ്റുന്നതിലും വലുതാണ് കേട്ടോ. പ്രോപ്പർ ഡീഹൈഡ്രേഷൻ ഇല്ലെങ്കിൽ തല ഇറങ്ങി ഏതെങ്കിലും മൂലയ്ക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും റോഡിന്റെ സൈഡിൽ കിടക്കും. അമ്മേ, അങ്ങനെ എലഞ്ഞും കൂടി നമ്മൾ കോട്ടയം പോകുന്ന റൂട്ടിട്ടാണ് കയറാൻ പോകുന്നത്. നെക്സ്റ്റ് ഓൺ EV, ഇലക്ട്രിക് വെഹിക്കിൾസ്. EV ആണ് ഇനി അങ്ങോട്ട് കാലം ഭരിക്കാൻ പോകുന്നത്. EVയുടെ സെയില് 40% കൂടിയെന്ന് പറയണേ. അപ്പൊ ഇനി മുതൽ നമ്മൾ കാണുന്ന വണ്ടികളെല്ലാം ഇങ്ങനെ ആയിരിക്കും. ഇവിടെ വണ്ടികളുടെയൊക്കെ ഒച്ച, ഓരോ ഒച്ചപ്പാടും ബഹളവും ഇല്ലാണ്ടായിരിക്കും വണ്ടികളൊക്കെ പോകുന്നത്. മാർക്കറ്റ്, സത്യം പറഞ്ഞാൽ മാർക്കറ്റിൽ EV അങ്ങോട്ട് എന്താ പറയുന്നേ, തരംഗം സൃഷ്ടിച്ചു കേട്ടോ. ഒരു രക്ഷയില്ലാത്ത തരംഗം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത തരംഗം സൃഷ്ടിച്ചു വണ്ടി. ആബ്സല്യൂട്ട്ലി ബ്രില്യൻസ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മുടെ സിഎംഒളുടെ അടുത്തേക്ക് എത്താറായിട്ട്, അപ്പൊ നമ്മുടെ ഹെസമോളെ വഹിച്ചുകൊണ്ട് സിഎംഒളുടെ ഈ രണ്ടുപേരുടെയും ഫ്രണ്ട്ഷിപ്പിന്റെ വക്രതയും തീവ്രതയും ഉൾക്കൊണ്ടുകൊണ്ട് രണ്ടുപേരെയും, സിയനെ കണ്ടിട്ട് ഇപ്പൊ കുറെ നാളായി. അപ്പൊ സിയനെ ഒന്ന് കാണാം, ഹെസമോളെ കൊണ്ടുവന്നിട്ട് സിയനെ ഒന്ന് കാണിക്കണം. രണ്ടുപേരും തമ്മിൽ നല്ല കൂട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് വണ്ടി ഒന്ന് കൊണ്ടുവന്ന് സിഎംഒളുടെ അടുത്ത് കൊണ്ടുവയ്ക്കണം. ഇമോഷണലി അറ്റാച്ച്ഡ് ആണ് കേട്ടോ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും. കാരണം എവിടെ ട്രിപ്പ് പോയാലും സിയെ ഹെസ ഒരുമിച്ചാണ് ട്രിപ്പ് പോവാറ്. അല്ലറ ചില്ലറ ട്രിപ്പ് മാത്രമാണ് ഹെസമോള് തന്നെ പോകാറുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഞാനിപ്പോ സിയുടെ അടുത്തായിട്ടുള്ള പോകാൻ വേണ്ടിയിട്ട് നോക്കുന്നത്. ഇപ്പൊ ടോട്ടൽ നമ്മൾ 48.1 കിലോമീറ്റർ ഓടി കേട്ടോ. നമുക്ക് സത്യം പറഞ്ഞാൽ ഇപ്പൊ ഒന്ന് ഫില്ലാക്കിയിട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എക്സാക്ട്ലി മൈലേജ് കിട്ടും. ഇവിടെ ഒരു വുഡ് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ വഴി കയറി പോയി കഴിഞ്ഞാൽ അവൻ്റെ വീടാണെന്ന് തോന്നുന്നു. അതെ, ഈ വഴി തന്നെ. ലൊക്കേഷനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ മറന്നു പോകുന്നുണ്ടല്ലോ. യെസ്, ഈ വഴി തന്നെ. ഈ വഴി ചെന്നാൽ നമ്മൾ ഹെസമോളുടെ അടുത്തായിട്ട് ചെല്ലും. സിഎംഒളുടെ അടുത്തായിട്ട് ചെല്ലും. അങ്ങനെ ഹെസയും സിയും ഒന്നിക്കാൻ പോവുകയാണ് ഗൈസ്. കുറെ നാൾക്ക് ശേഷം അവരുടെ സൗഹൃദം ഒന്ന് പുതുക്കാൻ പോവാണ്. കുറെ നാളെന്ന് പറഞ്ഞാൽ കുറെ നാളായിട്ടോ. രണ്ടുപേരും തമ്മിൽ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ഏറെക്കുറെ ഒരു 1.5 മന്തോട് അടുക്കുകയാണ്. അപ്പൊ നമ്മൾ സിഎംഒളെ പോയിട്ടൊന്ന് കണ്ടേച്ചും വരാം. സിഎംഒ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ഗേറ്റ് തുറക്കണാവോ? അങ്ങോട്ടാണോ? എത്ര
അങ്ങനെ നമ്മളും എസ്ഐയും കൂടെ സിയുടെ ഓണറിനെ കൂടി കണ്ടിട്ട് ഇങ്ങനെ നിൽക്കുവാണ് കേട്ടോ. എന്താടാ ഏറ്റുമാനൂർ കാണാം. അവൻ അങ്ങനെ എടുക്കാറില്ലെന്നാട്ടോ പറഞ്ഞ. അപ്പൊ നമ്മള് ചെന്നപ്പോഴത്തേനും അവൻ പറഞ്ഞു എന്നാ അവിടെ ഇപ്പൊ റൈഡ് വരാമെന്നുള്ള പ്ലാനില് ഏറ്റുമാനൂർ വരെ ഞാനും വരാടാന്ന് പറഞ്ഞിട്ട് അവൻ വണ്ടി എടുത്ത് പോവുകയാണ് കേട്ടോ. ആഫ്റ്റർ എ ലോങ് കഴുകി തുടച്ച് വെച്ചേക്കും കേട്ടോ. മൈ ഗോഡ്, കഴുകി തുടച്ചെന്ന് വെച്ചാൽ കഴുകി തുടച്ച് വെച്ചേക്കുക. സൂര്യൻ പതുക്കെ അസ്തമിച്ച് തുടങ്ങി കേട്ടോ. ഇരുട്ടായിക്കൊണ്ടിരിക്കുകയാണ്. മിക്കപ്പോഴും നമ്മൾ അവിടെ ചെന്നിട്ട് മലയിടേഷൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഫുള്ള് ഇരുട്ടാവുമായിരിക്കും. ഏറെക്കുറെ ഇപ്പൊ നമ്മളൊരു 70 കിലോമീറ്റർ അടുത്ത് ഓടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ കറക്റ്റായിട്ടുള്ള ഒരു പ്രോപ്പർ റീഡിങ് നമുക്ക് കിട്ടുന്നതായിരിക്കും. നമ്മളിപ്പോൾ ഓൾറെഡി ഓടിച്ചിരിക്കുന്നത് ഹൈവേക്കിലാണ്. പ്രോപ്പർ മെയിൻ ആയിട്ട് എന്താ പറയുന്നത്, ഒരു ചെറിയ ട്രാഫിക്, മിനിമൽ ട്രാഫിക്കിലൂടെയാണ് നമ്മളിപ്പോൾ വണ്ടി ഓടിച്ചിരിക്കുന്നത്. ക്രൂഷ്യലായിട്ട് സാധാരണ എങ്ങനെയാണോ ആൾക്കാർ വണ്ടി ഓടിക്കുന്നത് ആ ഒരു മെത്തേഡിൽ തന്നെയാണ് നമ്മളിപ്പോൾ വണ്ടി ഓടിച്ചിരിക്കുന്നത്. എന്നാലാണ് നമുക്ക് ഡെയിലി കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഡെയിലി യൂസിന് പറ്റിയൊരു വണ്ടിയാണോ ഹിമാലയൻ ഡെയിലി യൂസിന് പോകുമ്പോൾ നമുക്ക് എത്ര മൈലേജ് കിട്ടുമെന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഓഫ് റോഡ് ഓൺ റോഡൊക്കെ പോകാണ്ട് വെറുതെ നോർമലായിട്ട് ഓടിച്ചിട്ട് മൈലേജ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. സന്ധ്യ ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ലൈറ്റിങ്ങിന്റെ ചെറിയൊരു പ്രോബ്ലം വന്നു തുടങ്ങിയിട്ടുണ്ട്. സൂര്യൻ അസ്തമിക്കാറായി, കൂട്ടി കയറാൻ സമയമായി നമുക്ക്. ഞാനിപ്പോൾ ഓഫ് റോഡ് പോകുന്ന സമയത്ത് എനിക്ക് 22 കിട്ടുന്നുള്ളൂ. അന്ന് കഴിഞ്ഞ തവണ ആനക്കുളമൊക്കെ പോകുന്ന സമയത്ത് എന്റെ പൊന്നി എനിക്ക് മൈലേജ് എന്ന് പറഞ്ഞ സാധനം കിട്ടിയിട്ടില്ല. അന്ന് എനിക്ക് ആകെ കിട്ടിയിരിക്കുന്ന 20 കിലോമീറ്റർ മൈലേജാണ്. പിന്നെ ഉള്ളതെന്ന് പറയാൻ വേണ്ടിയിട്ട് എന്താ പറയുക, പിന്നെ എന്തിനാണ് ഈ വണ്ടി എടുക്കണേന്നുള്ള ചോദ്യത്തിന് ഒരൊറ്റ റീസണുള്ളൂ. എന്നാ പറഞ്ഞില്ലേ, ഇതിൻ്റെ അകത്തായിട്ട് ഞാൻ എൻ്റെ ചന്തി വെക്കുമ്പോൾ ആ ഒരു കംഫോർട്ട് ഉണ്ട്, അല്ലെങ്കിൽ എൻ്റെ മനസ്സിന് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അതിൽ ഞാൻ 110% ഭയങ്കരമായിട്ട് സാറ്റിസ്ഫൈഡ് ആണ്. ഇപ്പം നമ്മൾ എടുക്കുന്ന വണ്ടി ഇപ്പൊ ഹിമാലയൻ ആണ്. ഹിമാലയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര പേഴ്സണലി ഹിമാലയനോട് ഭയങ്കര അറ്റാച്ച്ഡ് ആണ്. കാരണം എനിക്ക് വണ്ടി അത്രയും ഇമോഷണലി ഞാൻ എന്താ പറയുന്നത്, ഒരു സ്വന്തം കൂടപ്പറപ്പിനെ പോലെ കൊണ്ടു നടക്കുന്നത്. അപ്പോൾ എന്താണ്, നമ്മൾ വണ്ടിയായിട്ട് അത്രയും അറ്റാച്ച്ഡ് ആവും. മീൻസ് ആളും നമ്മുടെ ഒരു ഫാമിലി ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോഴേ ആ ഒരു പ്രസൻസ് എന്താ, അത് ഈ വണ്ടി പ്രാന്തന്മാർക്ക് മാത്രം കിട്ടുന്ന ഒരു ഇതാണ്. വണ്ടീനെ നമ്മുടെ വീട്ടിൽ ഒരു അംഗമായിട്ട് കണ്ട് അതിനെ അതേപോലെ ട്രീറ്റ് ചെയ്യുന്നത്. ഇതിന്റെ മീറ്റർ കൺസോൾ കണ്ടോ, നിങ്ങൾ ഇത് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അറിയായിരിക്കും. കണ്ടോ, വെള്ള കളറാണ്, നല്ല ഭംഗിയായിട്ട് ഇതിന്റെ മീറ്റർ കൺസോൾ കാണാൻ വേണ്ടിയിട്ട്. ലോട്ട് ഓഫ് ഇൻഫർമേഷൻ ഇതിൻ്റെ അകത്തുണ്ട്. RPM മീറ്റർ ഉണ്ട്, ഫ്യൂവൽ ഉണ്ട്, ഗിയർ ഇൻഡിക്കേറ്റർ ഉണ്ട്, ഒരു ഡിജിറ്റൽ മീറ്റർ ഉണ്ട്, കിലോമീറ്റർ ഉണ്ട്. ഈ ഇത്രയും പോലെ ഒരു കുഞ്ഞു സാധനം, പക്ഷെ ഇത് നല്ല ഭയങ്കര ഐ ക്യാച്ചിങ് ആണ് കേട്ടോ. രാത്രിയിലേ ഞാൻ ഹസാഡൊക്കെ ഇട്ട് കാണിച്ചു തരാം. ആ ഒരു പൊസിഷൻ കണ്ടോ പൊളിയല്ലേ. എഞ്ചിൻ ആണെങ്കിൽ ഏറ്റായാലും നല്ല ഭംഗി. മിനിമൽ ഡിസൈൻ ബട്ട് ലോട്ട് ഓഫ് എന്താ പറയുന്നത്, ലോട്ട് ഓഫ് ഇൻഫർമേഷൻ അടങ്ങിയിരിക്കുന്ന ഒരു മീറ്റർ കൺസോൾ. ഹിമാലയന്റെ പുതിയ 450 ഡിജിറ്റൽ മീറ്റർ ആട്ടോ. പക്ഷെ എനിക്കൊന്ന് ഡിജിറ്റൽ ഇതിന്റെ തട്ട് എപ്പോഴും ഇങ്ങനെ തന്നെ താണിരിക്കുമായിരിക്കും. കാരണം ഇതിന്റെ ഒരു ഫീല് വേറെ തന്നെയാണ്, അതിന്റെ ഒരു ഫീല് വേറെ തന്നെയാണ്. പേഴ്സണലി എനിക്ക് ഡിജിറ്റലിനോട് താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് ഇങ്ങനെ കുറച്ച് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കാണണം കേട്ടോ. ഇതേപോലെ മീറ്റർ കൺസോൾ കാണണം, ഇപ്പുറത്തെ RPM മീറ്റർ കാണണം, ഇതേപോലെ തന്നെ ഇവിടെ കണ്ടോ ഫ്യൂവൽ ഇൻഡിക്കേഷൻ എല്ലാം. അത് പക്ഷേ ഡിജിറ്റൽ വരുമ്പോഴത്തേനും അതിന്റെ ഒരു എന്താ പറയുക ഭംഗി പോകും. പക്ഷെ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് കൊള്ളാലേ, എന്തോരു സാധനമാണ് നേരത്തെ വെച്ചേക്കുന്നു. അലുവ കഷ്ണം മുറിച്ച് വെച്ചേക്കണ പോലെ അവിടെ ഇവിടെയൊക്കെ വെള്ള അലുവ, റെഡ് അലുവ എന്ന് പറയുമ്പോഴത്തേനും അപ്പൊ കണ്ണിന് തന്നെ ഒരു കുളിർമയുണ്ട് ഇല്ലേ. കുഞ്ഞു സാധനങ്ങളൊക്കെ ആണെങ്കിലും ബെറ്റർ, നമുക്ക് വേണ്ട ഇൻഫർമേഷനൊക്കെ കൂടുതൽ ഇതിനകത്തുണ്ട്. ശരിയല്ലേ? നമ്മൾ പെട്രോൾ ഫില്ലാക്കിയേക്കാം. പെട്രോൾ ഫില്ലാക്കിയേക്കാം. പെട്രോളിൻ്റെ വില എന്ന് പറഞ്ഞാൽ 107.83 കേട്ടോ. മൈ ഗോഡ്, 746.4 ഡെൻസിറ്റി.
ആരുമില്ലേ? നമ്മൾ മൈൻഡ് ചെയ്യാൻ ആരുമില്ല ഇവിടെ. 4x4 യൂസ്ഡ് വെഹിക്കിൾ പാർക്ക് ആൻഡ് സെയിൽ. 4x4 എൻ്റെ പിക്കപ്പ് അല്ലായിരുന്നു. പിക്കപ്പൊക്കെ 4x4 ആണോ ഗൈസ്? അതിന് തോന്നുന്നു അല്ലേ. 107.83 അതാണ് ഇന്നത്തെ പെട്രോളിൻ്റെ വില. എത്ര രൂപയ്ക്ക് അടിക്കണം? എടാ ഫില്ല് ചെയ്തേക്കാമോ? ആ ഫില്ല്. തൂടി പോയോ? എടാ ഉണ്ടോ പെട്രോൾ ഉണ്ടോ? പോന്നോട്ടെ. അടിച്ചോ. അടിച്ചോടാ. ഇവിടെയായിട്ട് മുട്ടിച്ചോട്ടോ. മതിടാ. കാടാട്ര. ദാറ്റ് മീൻസ് 1.5. 35 മൈ ഗോഡ്. അൺബിലീവബിൾ മൈലേജ് ആയിരിക്കുമല്ലോ. കോപ്പി വേണ്ടോ? കുഴപ്പമില്ല. ഓക്കെ, താങ്ക്സ് ഡാ. അപ്പം നമ്മളങ്ങനെ പെട്രോൾ ഫില്ല് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ വണ്ടിയുടെ മൈലേജ് നോക്കാം. മൈലേജ് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നോക്കാം കേട്ടോ. ഒരു വെളിച്ചത്ത് നിന്നിട്ട് നോക്കാം. അപ്പോൾ ലെറ്റ്സ് ഗോ ഗൈസ്. നമുക്ക് ഏതായാലും സ്ട്രീറ്റ് ലൈറ്റിൻ്റെ അടിയിൽ നിന്നിട്ട് നമുക്ക് നോക്കാം കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കോ, 92.4 നമ്മുടെ വണ്ടി നിലവിൽ ഓടിയിരിക്കുന്നത്. ഇവിടുന്ന് കുറച്ചും കൂടെ മൂവ് ഓൺ ചെയ്തിട്ട് വേണം എനിക്ക് മൈലേജ് നോക്കാൻ പറ്റും. അവിടെ തന്നെ വെച്ചിട്ട് നമുക്ക് മൈലേജ് നോക്കാൻ പറ്റില്ലല്ലോ, അതാണേ. അപ്പോൾ നമ്മുടെ മൈലേജ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോവാണ്. മൈലേജ് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മളപ്പോൾ ടോട്ടൽ ഓടിയിരിക്കുന്നത് 92.4 ഡിവൈഡഡ് ബൈ എത്രയ്ക്ക് പെട്രോൾ അടിച്ചു? 260.95. 260 കൂട്ടാം. 260 = 35. അപ്പോൾ 107.78 ഇൻറ്റു 107 കൂട്ടാം. 38 കിലോമീറ്റർ മൈലേജാ. പെശകൊണ്ടല്ലോ. അല്ലെ, എനിക്ക് തോന്നുന്നു അത്രയൊന്നും മൈലേജ് കിട്ടില്ല. സെക്കൻഡ് സർവീസ് കഴിഞ്ഞപ്പോഴത്തേനും 38 കിലോമീറ്റർ മൈലേജാ. അല്ലെങ്കിൽ പെട്രോൾ അടിച്ചേക്കണ കുറഞ്ഞായിരിക്കും ഗൈസ്. എന്നായാലും പോട്ടെ. എന്നാലും നമുക്കൊന്ന് ഒന്നുകൂടെ അപ്രോക്സിമേറ്റ്ലി നമ്മൾ പെട്രോളിൻ്റെ എന്നായാലും ഒരു ഇത് വരുമല്ലോ. എന്നാലും 92.4 ഡിവൈഡഡ് ബൈ എത്രയാ? 280 കൂട്ടാം. 33 ഇൻറ്റു 107. എന്നാലും 35 കിലോമീറ്റർ. അപ്രോക്സിമേറ്റ്ലി 33 to 35 കിലോമീറ്റർ മൈലേജ് തന്നു കേട്ടോ സെക്കൻഡ് സർവീസ് കഴിഞ്ഞപ്പോഴത്തേനും. ഓ മൈ ഗോഡ്, ഹിമാലയൻ. ഒന്നും പറയാനില്ല. എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. എനിക്ക് തോന്നിയത് ഇത് ആക്യുറേറ്റ് ആയിരിക്കാം. കാരണം ഇപ്പോൾ സർവീസ് കഴിഞ്ഞ് വണ്ടി ഇറക്കിയതേ ഉള്ളൂ. വണ്ടി 35 കിലോമീറ്റർ പ്രോപ്പർ മൈലേജ് തരും കേട്ടോ ഹൈവേ കൂടെ ഓടിക്കുവാണെങ്കിൽ. ശരിയാ, വണ്ടി പറയുന്ന മൈലേജ് അത്രയും തരുമായിരിക്കും ഹൈവേ കൂടെ. ഞാൻ ഇന്ന് മിനിമൽ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഓഫ് റോഡ് ഒന്നും പോകാണ്ടാണ് വണ്ടി ഓടിച്ചത്. എയർ ഫിൽറ്റർ പുതിയതാണ്, എല്ലാം പുതിയതാണ്. വണ്ടി പ്രോപ്പറായിട്ട് കൊണ്ടു നടക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എന്ത് കിട്ടും? പ്രോപ്പർ മൈലേജ് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഞാൻ വണ്ടി ഒന്ന് എടുക്കട്ടെ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാരിലേക്ക് മാക്സിമം ഷെയർ ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ ഇതുപോലെയുള്ള വെറൈറ്റി കണ്ടന്റുകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ചാനലിൽ എന്ത് ചെയ്യുക? ബെല്ലൈക്കൺ അമർത്തി ഞെക്കി പൊട്ടിക്കുക. അപ്പോൾ ഇനി പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ക്യാമറമാൻ സൺ ഓഫ് യോഹനാനോടൊപ്പം സ്റ്റേ ട്യൂൺ ഫോർ another video.